ഇതെന്തോന്നു? ഹലോ, നമസ്കാരം. ഒരു സന്തോഷ വാർത്ത ആദ്യമേ അറിയിക്കാം. ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും, അതായത് വലിയ പ്രയോജനമൊന്നുമല്ല, പക്ഷേ ഒരു ചെറിയ പ്രയോജനം, ഒരു പക്ഷേ ഒരു വലിയ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം, ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ, ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്റേണലായിട്ട് ഈ വിഷയത്തിന്, കാരണം ഇന്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇന്റേണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട്, പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വെക്കാൻ തയ്യാറാവുകയും ഈ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവെക്കുകയാണ്. കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ്. ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു. ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ, അതായത് നാളത്തെ ദിവസം, അല്ലെങ്കിൽ നാളെയാണോ, ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് സിബിൻ പുറത്തു പോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം നടക്കുന്നുണ്ട്. കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു. സിബിൻ അത് നിരസിച്ചു. അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു. അക്കാര്യത്തിൽ അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ, ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കി അവൻ്റെ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ, ഇതിനെല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണയാണ്. അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെയെങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞു കപടത നടിച്ച് ബിഗ് ബോസിനുള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാ എണ്ണവും സ്വയം ഭയം കാരണം, കാര്യം എൻ്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവൻ്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം, 2 പെൺകുട്ടികൾ വളരെ പരസ്യമായി സധൈര്യത്തോടു കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അല്ലാതെ തന്നെ എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും, എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടൻ പറഞ്ഞത് സത്യമാണ്, ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് അഖിലേട്ടനോടൊരു നന്ദി പറയൂ എന്ന് പറഞ്ഞ് അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും 1000 സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരികയും അവർ ഇങ്ങനെ നമ്മൾ അവിടെ ചെന്നത് പറയണമെന്ന് പറഞ്ഞാൽ സധൈര്യം നിങ്ങൾ പോയി പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു. ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇത് സ്ത്രീകൾക്കെതിരെ എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അതായത് കഴിഞ്ഞ സീസണിൽ നടന്ന സമയത്ത് നടന്ന ഒരു വിഷയത്തെ കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കെതിരെ മൊത്തമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾക്കെതിരെയാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ച എൻ്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എൻ്റെ ഒപ്പം ഉണ്ടായി പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിലുള്ള താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി ഈ റിനോഷ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ എങ്ങനെ പുറത്തായി എന്ന് അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല. അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അവൻ്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞവൻ ലാലേട്ടനോട് പറഞ്ഞ് ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം. ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് അവൻ പോയ സമയത്ത് അവൻ നല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞത് 100% റിനോഷേ ശരിയാ, നിനക്കൊരു മാനസിക വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ, ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ വിചാരിച്ചോട്ടെ. നിന്നെ ആ ഹൗസിനകത്ത് 1% പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല. നിന്നെ അടിച്ചാക്ഷേപിച്ച് തന്നെ ഞാൻ ജുനൈസിനോട് പോയി 100 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു എപ്പിസോഡ്, റാങ്കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ നിന്നെ പിടിച്ച് അവൻ 1ാം സ്ഥാനത്ത് നിർത്തി. ഞാൻ അന്നേരം ചോദിക്കുന്നുണ്ട്,
എന്തടിസ്ഥാനം ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പുണ്ട്, പോയി അങ്ങോട്ട് കാണ്. അതിനകത്ത് വെച്ച് തന്നെ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞ എനിക്ക് നീ ആരാ? പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം, പ്രേക്ഷകനായ ഓരോരുത്തരും മനസ്സിലാക്കണം. എവന്റെ വാലെ കെട്ടി ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എവനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ, കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്തത്. ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിനു മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട്, അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട് കാണിച്ചിട്ടുണ്ട്. ഇതല്ലേ ഞാൻ പറഞ്ഞ വിഷയം? ഞാൻ റിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ്. റിനോഷിനെ പോലെ ഒരുത്തനെയൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുന്നവന്റെ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ. അപ്പൊ നമുക്ക് ഊഹിക്കാം. ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. പന്നികൾക്ക് ഇഷ്ടം മലമാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മലം, നമ്മുടെ അടുത്ത് കളയുന്നൊരു സാധനമാണ്. അപ്പൊ പന്നികളെ കുറ്റം പറയാൻ പറ്റൂ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഇഷ്ടപ്പെടുന്നവന് ഒരല്പം തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കുക, എന്തിനായിരിക്കും എന്നാലും അഖിലേട്ടനെതിരെ അല്ലെങ്കിൽ അഖിലിനെതിരെ ഈ റിനോഷ് ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട കാര്യം എന്തായിരിക്കും? ഒരല്പം കോമൺ സെൻസിലൊന്ന് ചിന്തിക്കുക, എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പം ഞാൻ റിനോഷിനെ ഒരു സ്ഥലത്ത് മോശക്കാരനാക്കി പറഞ്ഞിട്ടില്ല. ഒരാളെയും ഞാൻ എൻ്റെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളെയും ഞാൻ മോശക്കാരാക്കി സംസാരിച്ചിട്ടില്ല. അപ്പം നമ്മൾക്കെതിരെ ഇങ്ങനൊരു വീഡിയോ ഒരുവൻ ഇടണമെങ്കിൽ അവനെ ആ ഇടാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണ്ടേ? അതിനൊരൊറ്റ ഘടകമേ ഉള്ളൂ, ഒളിച്ചും പാത്തും ഇവർക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻ. ആരൊക്കെയാണോ ഈ വിഷയത്തിൽ പൊള്ളി, ആരൊക്കെയാണോ ഇവന് പോയി സപ്പോർട്ട് ചെയ്തേക്കുന്ന ബിഗ് ബോസിലെ 2 മത്സരാർത്ഥികളില്ലേ, ആ മത്സരാർത്ഥികളിൽ ഇന്ന് എന്നെ കുറച്ചു മുമ്പ് വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു വിളിച്ച സമയത്ത് വിഷ്ണു പറഞ്ഞത്, ഞാൻ എന്തോ സപ്പോർട്ട് ചെയ്ത് ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് വിഷ്ണുവിനെ തെരുവിളിക്കുക, എന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചിട്ട്. നമ്മുടെ സെറീന എനിക്ക് കമന്റ് ഇട്ടെന്ന് പറഞ്ഞ് സെറീനെ വിളിച്ച് തെരുവിളിക്കുക. എന്നിട്ട് സെറീനയുടെ പേജിന്റെ അടിയിൽ കുറെ ആൾക്കാരെ കൊണ്ട് അവളെ തെരുവിളിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ പേജിന്റെ അടിയിൽ പോയിട്ട് അവരെ തെരുവിളിപ്പിക്കുക. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്തിട്ട്, കാരണം എന്താ പറയുക, കട്ട് തിന്നിട്ടുള്ളവൻ കുടുങ്ങുമെന്നുള്ളൊരു ഭയമുണ്ട്. ഞാൻ റിനോഷിനല്ല കേട്ടോ, അക്കാര്യത്തിൽ ഞാൻ റിനോഷിനെ ഒന്നുമല്ല പറഞ്ഞത്. അത് ഭയമുള്ള ആൾക്കാരുണ്ട്, ആ ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ. പിന്നെ ഇവൻ ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോയും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള ഒരുത്തിനും മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ ജനം മറന്നു. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, അളിയാ വീഡിയോ ഇട്ട് 10 റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും 10 പേർ അറിയട്ടെ, അല്ലെങ്കിൽ എന്തുവാ കാര്യം, എന്തെങ്കിലും വർക്കുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുന്ന ഒരുത്തന്നെ അളിയനെതിരെ പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നെങ്കിലും 10 പേർ അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഇന്ന് രാവിലെ ജുനൈസിനോട് സംസാരിച്ചു. ഞാൻ ജുനൈസിനോട് പറഞ്ഞു, ജുനൈസെ, കഴിഞ്ഞ സീസണിൽ നിന്നെ ശിഖണ്ഡിയാക്കി വെച്ച് ഈ റിനോഷ് അവിടെ നിന്ന് കളിക്കുമായിരുന്നു. കാരണം ഈ റിനോഷിനോട് എന്നോട് മുഖത്ത് നോക്കി വന്ന് സംസാരിക്കാൻ പേടിയാണ്. അവൻ എന്നോടൊരു കാര്യങ്ങൾ മുഖത്ത് നോക്കി വന്ന് സംസാരിക്കത്തില്ല. പകരം എന്ത് ചെയ്യും, ഈ ജുനൈസിനെ എരികേറ്റി വിടും. ജുനൈസ് എരികേറി വന്നിട്ട് നേരെ വരും എൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഈ ജുനൈസ് ഈ റിനോഷിന് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം എനിക്കെതിരെ പറയും. അങ്ങനെ ഞാനൊരിക്കൽ ജുനൈസിനോട് ചോദിച്ചു, നീ എന്തിനാടാ വല്ലവരെയും മുന്നിൽ പോയി ശിഖണ്ഡിയാവുന്നത്, നിന്നെ മുൻനിർത്തിയാണ് ഇവർ കളിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ റിനോഷിനെ ശിഖണ്ഡിയാക്കിയിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് മറ്റു ചിലർ കളിക്കുക. റിനോഷെ, നീ എന്തിനാടാ ശിഖണ്ഡിയാവാൻ പോകുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞോ, ഞാൻ നീ നിന്റെ തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ഒന്ന് ചിന്തിക്കുക. നീ എന്തിനാണ് ഇതിന് ഈ പണിക്ക് വന്നത്? നീ ആരെ ന്യായീകരിക്കാനാണ് ഈ പണിക്ക് വന്നത്? നീ അടിസ്ഥാനപരമായിട്ട് നീ ഇവിടെ പെൺകുട്ടികൾ 2 പേര് ഇത്രയും ഗൗരവകരമായൊരു വിഷയം ഉന്നയിച്ചു, നീ അവരെ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടോ? നീ ഒന്ന് സ്വയം ചിന്തിക്ക്. നീ ഈ പ്രേക്ഷകരെ മൊത്തം കോമാളിയാക്കി, ഈ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ മൊത്തം നീ കോമാളിയാക്കി മാറ്റിയതല്ലേ? ഇത്രയും ഗൗരവകരമായ വിഷയം പ്രേക്ഷകർ ഉന്നയിച്ച വിഷയമല്ലേ? ഞാനാണോ ഈ വിഷയം ഉന്നയിച്ചത്? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രേക്ഷകർക്കിടയിൽ ഉരുണ്ട് കയറിയ വലിയൊരു അമർഷം, അത് ഞാനൊന്ന് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയല്ലേ ചെയ്തത്. അപ്പം ഇങ്ങനൊരു വീഡിയോ ആണോ നീ ഇടേണ്ടത്? നിനക്കൊരു അല്പം ബോധമുള്ള ഒരുത്തനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നീ ചെയ്തത് എന്താ? നീ എനിക്കെതിരെ വന്ന് നിന്ന് സംസാരിച്ച് നിനക്ക് കുറച്ച് ശ്രദ്ധ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു. അപ്പം ആ ഊളത്തരത്തിന് ഇനി പോകരുത്. ഇനി 2, ഞാൻ ഹൗസിൽ നിന്ന് പുറത്തു പോയി, ഞാൻ പോകുന്നത് നിന്റെ അടുത്ത് നിനക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും പറയാം. 11 കിലോ ഭാരം കുറഞ്ഞ ഞാൻ, പനി പിടിച്ച് കിടന്നിട്ട് പോലും എന്നെ ഹോസ്പിറ്റലിൽ വിടാത്തവർ, എനിക്ക് ക്യാൻസർ ആണെന്നോ മറ്റോ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അത്രയും ബ്ലീഡിംഗ് ഉള്ളൊരു സാഹചര്യത്തിൽ, എനിക്ക് അത്രയും സാഹചര്യത്തിൽ അവരെന്നെ കൊണ്ടുപോകുന്നു. 24 മണിക്കൂർ പോലും ഞാൻ ബിഗ് ബോസ് ഹൗസ് വിട്ട് മാറി നിന്നിട്ടുമില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എന്നെ കൊണ്ടുപോകുന്നു, പിറ്റേ ദിവസം 11-11:30 ആയപ്പോഴത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് ഞാൻ ഹൗസിൽ നിന്ന് മാറി നിന്നത്. ഞാൻ പുറത്തു പോയ സമയത്ത് എൻ്റെ കൂടെ വന്ന ആളെ പറഞ്ഞു വിട്ടെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? ആ ഒരു കാരണം പറഞ്ഞിട്ടാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നീ പറയുന്നത് ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് മാത്രവുമല്ല,
കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഒരാളെ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ള മറ്റു ചിലരെയും അവർ ആ സമയത്ത് ഷോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ആ ചെറുപ്പക്കാർ അവരാരും തന്നെ യാതൊരു തെറ്റോ ചെയ്തിട്ടോ ഒന്നുമല്ല. ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഒരാളെ പറഞ്ഞു വിട്ടപ്പോൾ ആ പറഞ്ഞു വിട്ട ആളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിലൂടെ അവിടെ ജോലിക്ക് വന്നേക്കുന്ന ചില ആൾക്കാരെ ആ സമയത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നീ വെറുതെ ഈ ജുനൈസും മറ്റുള്ളവരും പറയുന്ന കേട്ട് വിവരക്കേട് പറയല്ലേ. ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയും ജുനൈസും തമ്മിൽ ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ താമസിക്കുന്ന ആളാണോ? നീ പറ, ആണോ അല്ലയോ? ആണോ? ആണ്. ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അയാളും ജുനൈസും ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളായിരുന്നു. അവർ തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ ശേഷം നീയും ജുനൈസും തമ്മിൽ ഒരുമിച്ച് ആണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പം ജുനൈസിന് പറയാൻ പറ്റത്തില്ല. കാര്യം ജുനൈസിന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസും അയാളും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ വിളിച്ചു പറയും. അയാളും ജുനൈസും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ജുനൈസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നീ വെച്ച് കത്തിക്കുക. നീ സ്വയം കത്തി തീരും. അതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. മെഴുകുതിരി ആവി മാറരുത്. മെഴുകുതിരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി ചെയ്യാൻ നിൽക്കരുത്. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ സീസണിൽ പിന്നെ നീ മറ്റൊരു കാര്യം പറഞ്ഞു. എന്നെയും ജുനൈസിനെയും കൂടെ ഓഡിഷനിലേക്കല്ല മറ്റേ ബിഗ് ബോസ് ഹൗസിനകത്ത് കൺഫെഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ഞങ്ങളെ അവിടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ജുനൈസിനെ എന്നെയും അതിനകത്ത് ഫേവർ ചെയ്തു. ഒരു നല്ല മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ അവിടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നതും കാശ് കൊടുത്തോ ശരീരം കൊടുത്തോ ഒരു മത്സരാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നതും ഒരുപോലാണോടാ മണ്ടൻ കൊണാപ്പ? ഒരാൾക്കെതിരെ എപ്പോഴാണ് സംശയം തോന്നുന്നത്? പ്രേക്ഷകർ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഷോയിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഇയാൾ എന്തിനാണ് ഇതിനകത്ത് തുടരുന്നത്? ഒരു പിടിയും പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല. പ്രേക്ഷകരെ അവർ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നില്ല. പ്രേക്ഷകർക്ക് തന്നെ സംശയം തോന്നുകയാണ് ഇവരുടെ പ്രവൃത്തിയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ തുടരുന്നത് എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആരോപണത്തിന് ബലം വരുന്നത്. അല്ലാതെ പ്രേക്ഷകർ 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുകയും 50 ദിവസം മുതൽ തന്നെ കേരളത്തിൽ അഖിൽമാരാർ വിജയിക്കുമെന്ന് ക്യാമ്പയിൻ നടക്കുകയും സകല പോളുകളിലും 70 മുതൽ 80% വരെ വോട്ടുകൾ കിട്ടുകയും ചെയ്ത ഞാൻ പുറത്തു പോയാൽ എനിക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞെന്ന് വെച്ചോ. ഞാനെല്ലാം അങ്ങ് അറിഞ്ഞെന്ന് നീ പറയുന്നത് പോലെ ആണ് സത്യമെങ്കിൽ പോലും തൊട്ടടുത്ത വീക്കിൽ വന്ന് ഏറ്റവും വലിയ ഗുരുതര ആരോപണം നേരിടുന്ന ഒരു പ്രശ്നമല്ലേ അവിടെ ഉണ്ടായത്? അതായത് മുണ്ടുപൊക്കി എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ലേ ഉണ്ടായത്? അതിന് ആ കോടതി ടാസ്കിൽ നിന്നെ എങ്ങാനും ആരെങ്കിലും കണ്ടോ? കോടതി ടാസ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്തത് ബിഗ് ബോസിലെ എൻ്റയർ സീസണിലെ ഏറ്റവും മികച്ച എപ്പിസോഡാണെന്ന് ഞാനല്ലല്ലോ, പ്രേക്ഷകരല്ലേ പറഞ്ഞത്. ഞാൻ എൻ്റെതായ രീതിയിലല്ലല്ലോ പറഞ്ഞത്. പ്രേക്ഷകരുടെ അഭിപ്രായമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ആ ടാസ്കിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ എപ്പിസോഡിൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ആ എപ്പിസോഡിൽ പഴം വിഴുങ്ങി നിന്നെപ്പോലെ ഇരുന്നിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞ് 70 ദിവസം അതിന് തൊട്ടു മുൻപാണ് ശോഭയ്ക്കെതിരെ ഞാൻ ഗുരുതര ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ് പുറത്തെനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ബിഗ് കൺഫെഷൻ റൂമിലേക്ക് ഒരു കാര്യം പറയുന്നത്. അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോണമെന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഷിജു ചേട്ടനോട് പറയുന്നുണ്ട്, ഷിജു ചേട്ടാ ഈ ഒരു വിഷയത്തിൽ അവരെന്നെ ചിലപ്പോൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ഇറങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ഷിജുണ്ട്. എന്നിട്ട് ഷിജുവിനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കപ്പടിപ്പിച്ച് തരാം, ഞാൻ കപ്പടിപ്പിച്ച് തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അകത്ത് ഞാൻ നിൽക്കുന്നത്. ഇനി അതിനുശേഷം വരുന്ന ടാസ്ക് നമുക്ക് എടുക്കാം. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ തന്നെ ഒരുവിധം സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരുത്തൻ കളിക്കുന്ന ടാസ്കുകളും അതിനകത്തില്ലായിരുന്നു എന്ന് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം. കുതിരപ്പുറത്തിരുന്ന് ഉന്താനും കാറിൽ കയറി കുത്തിയിരിക്കാനും വടം പിടിച്ചുകൊണ്ടിരിക്കാനും 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറ്റും. അതാണോടാ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടാസ്ക്? ഞാൻ ആ ടാസ്ക് കളിക്കുന്നില്ലെന്ന് ആദ്യമേ തീരുമാനമെടുത്തതാ. അഭിമാനത്തോടെ പൂർവ്വം ഞാനൊരു ടാസ്ക് കളിച്ചു. കോയിൻ്റെ അടിയിൽ പോയി മുങ്ങിത്തപ്പി എടുത്തിട്ട് വരുന്നൊരു ടാസ്ക്. 27 സെക്കൻഡ് കൊണ്ട് ഞാൻ വിജയിച്ചു വന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരിക്കുവോ? അപ്പം പിന്നെ മറ്റേ അന്ന് ലൈഫ് ഗ്രാഫിന്റെ ടാസ്ക് പറഞ്ഞു. ഇത് പിന്നെ എൻ്റെ ഫാമിലി കുടുംബം കയറി വരുന്നു. ഈ വീക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയ ഒരു പ്രൊമോ എപ്പിസോഡായിരുന്നു അത്. ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ കിട്ടി വിജയിച്ചു വന്ന ഒരു മത്സരാർത്ഥി അല്ലായിരുന്നോ ഞാൻ? അപ്പം ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാതെ മണകുണ അടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അടുത്ത് ഇനി ഞാൻ ഒരു മറുപടിയും പറയാൻ വരുന്നില്ല. നീ ഇനി എനിക്കെതിരെ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഒരു മണ്ണാങ്കട്ടെ നിനക്കെതിരെ ഇനി പറയുന്നില്ല. ഒന്നാമത് എൻ്റെ അടുത്ത് ഇന്നലെ തൊട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ആ മണകുണാഞ്ചൻ അവിടെ നിന്ന് എന്തെങ്കിലും പറയട്ടെ, അവനെ ഒരു മനുഷ്യൻ അറിയത്തില്ല, അവനെ ജനം അറിയത്തില്ല, അളിയനായിട്ട് എന്തിനാണ് അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്? പിന്നെ
ഞാൻ ഈ സന്തോഷം എനിക്ക് നിന്നിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിന്റെയൊക്കെ സ്വഭാവം, ഉള്ളിൽ കിടക്കുന്ന വിഷം എന്തായാലും പുറത്ത് കൃത്യമായി തകട്ടി വന്നല്ലോ. നിങ്ങൾക്കെതിരെ ഒന്നും ഞാൻ പറയാതിരുന്നപ്പോൾ എനിക്ക് എന്തോ ജനശ്രദ്ധ കിട്ടിയെന്ന് അതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. കാര്യം ഇവർക്കിടയിൽ ഒരു രഹസ്യ സംസാരം നടന്നു. ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അവൻ രാജാവാകാൻ നോക്കിയെന്ന്. അവൻ ഏഷ്യാനെതിരെ പറഞ്ഞ് രാജാവാകാൻ നോക്കി. എന്നാൽ പിന്നെ കാണിച്ചു കൊടുത്തേക്കാം, ഞങ്ങളൊക്കെയാണ് യഥാർത്ഥ രാജാക്കന്മാർ, ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ രാജാവും രാജ്ഞിയും. അങ്ങനെ രാജാവും രാജ്ഞിയും കൂടെ വന്നതാ കളിക്കാൻ. രാജാവും രാജ്ഞി കളിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നടന്നേക്കുന്നത് കാര്യം. അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സെക്കൻഡ്. അതുകൊണ്ട് നീ ഇനി എന്തോന്ന് പറഞ്ഞാലും കണ്ടവർക്കെല്ലാം അറിയാം, ഇത് കഴിഞ്ഞു. എൻ്റെ പൊന്ന് റിനോഷ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ സീസൺ കഴിഞ്ഞു. അതിൻ്റെ വിന്നർ അഖിൽമാരാരാണ്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയൂ. അത് കഴിഞ്ഞു കേട്ടോ. ഇനി നീ വീണ്ടും അതിനെക്കുറിച്ച് പറയണ്ട. ഞാൻ അഡ്രസ്സ് ചെയ്ത് കേരളത്തിൽ കുറച്ച് പെൺകുട്ടികൾക്കെതിരെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയേണ്ട, നീ അതിനെക്കുറിച്ച് സംസാരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വിഷയവും നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. ഇതുവരെ പിന്തുണ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ ഇടയ്ക്ക് ആരാടാ വിളിച്ച് മനുഷ്യനെ ശല്യം ചെയ്യുന്നത്? അപ്പോൾ എന്തായാലും എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ലൈവോ കാര്യങ്ങളോ ഒന്നും വരാൻ സമയവുമില്ല, സാഹചര്യമില്ല. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഷൂട്ടും കഴിഞ്ഞിട്ട് ഓടി വന്നതാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് കുറേ പേര് പറയുന്നത് റിനോഷ് ഇതോ വീണ്ടും അങ്ങനെ. അപ്പോൾ റിനോഷിനെതിരെ പറയാൻ വേണ്ടി വന്നതല്ല, ഇതാണ് പറയാൻ വന്നത്. ഒഫീഷ്യലായിട്ട് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നന്ദി ഞാൻ പങ്കുവയ്ക്കുന്നു. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പം ടാറ്റ ബൈ ബൈ. കുറേ ഞാൻ ഇപ്പോൾ 70% കാര്യങ്ങളും റിനോഷും ജുനൈസിനും ഒക്കെ മനസ്സിലാക്കും. ഞാൻ ഈ ജുനൈസിൻ്റെ പേര് എടുത്ത് പറയുന്നതറിയോ, ഇതിൻ്റെ പിന്നിൽ ജുനൈസും ഉണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. മുന്നിൽ വരത്തില്ല, പിന്നിൽ നിന്നേ കളിക്കത്തുള്ളൂ. കാരണം ഞാൻ ആ ബന്ധങ്ങൾ ഇങ്ങനെ അവിടെ കിടക്കുക. അപ്പം മറ്റേ പാട്ട് പാടാനും റാപ്പ് എഴുതാനും കേരളത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് റിനോഷിനെ വിളിച്ചതെങ്കിൽ ശരി, റിനോഷ് പോയിട്ട് അതിനെന്താ നമുക്ക് സന്തോഷമുള്ളൂ. ആരെങ്കിലും വല്ലതും പറഞ്ഞു. അതിനുശേഷം ഈ വിഷയം വരുന്നു, നമ്മുടെ 50ാമത്തെ ഹോട്ട്സ്റ്റാറിൻ്റെ എപ്പിസോഡ് വരുന്നു. ഇവിടെ എല്ലാം ഈ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഇവന്മാർക്കെല്ലാം. പിന്നെ വേറെ കുറച്ച് പേർക്ക് ഒരു പ്ലാനുണ്ട്. എന്താ പറയുക, ഈ മറ്റേ സീസൺ അൾട്ടിമേറ്റ് തുടങ്ങും. അത് അഖിലിങ്ങനെയൊക്കെ പറയും, നിങ്ങൾ അഖിലിനെ പോയി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റ് തുടങ്ങുമ്പോൾ നിങ്ങളെ ആരെയും വിളിക്കത്തില്ല കേട്ടോ. അൾട്ടിമേറ്റിൽ നിങ്ങൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നോണം. അറിയാമല്ലോ, അങ്ങനെ കുറച്ച് മത്സരാർത്ഥികളെ ഇവന്മാർ പുറകെ കൂടെ വിളിച്ച് കയ്യിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മുന്നോട്ടുള്ള ജീവിതം നോക്കിയിട്ടും നിങ്ങൾ പൊയ്ക്കോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയുമ്പോൾ അതിന് വളരെ ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇമ്മാതിരി മര്യാദകേടും കൊണ്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങൾക്കും ഞാൻ വരുന്നില്ല. എനിക്ക് ഒരുത്തനും എന്നെ വെച്ച് നീയൊക്കെ റീച്ച് ഉണ്ടാക്കുകയോ ജീവിക്കുകയോ ചെയ്തോ, ഞാൻ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. കാര്യം ഞാൻ ആഗ്രഹിച്ചത് ഏറെക്കുറെ നടന്നു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എനിക്ക് തോന്നുന്നു ചാനലിൻ്റെ ഭാഗത്ത് ഒഫീഷ്യലി ചിലപ്പം ജനങ്ങളെ അവരങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കോർപ്പറേറ്റ് കമ്പനികളായതുകൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല. ഞാൻ വിഷയം ഉണ്ടാക്കിയിട്ട് എന്നോട് ഒരു പേഴ്സണലി അറിയിച്ചൊരു കാര്യമാണ്. എന്തായാലും പ്രേക്ഷകർക്കെല്ലാം 1000 നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തൽക്കാലം വെക്കുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം. താങ്ക് യു.